ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്ത് റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ചാനൽ ഇതുവരെ പുഡിംഗ് റെസിപ്പി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ പിന്നെ ഒരു അടിപൊളി ടെൻഡർ കോക്കനട്ട് പുഡിംഗ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പുഡിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ പുഡിങ്ങിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 2 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിന്ന് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇതൊരു 25 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചൈന ഗ്രാസ് വേഗം മെൽറ്റായി കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചാണ് ഞാനിത് മെൽറ്റാക്കാൻ വെക്കുന്നത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ആക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് മിക്സിയിൽ ചെറുതായി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് പേസ്റ്റ് പോലെ ആക്കേണ്ട, ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി. പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എപ്പോഴും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം, എന്നാലേ പുഡിംഗ് സെറ്റായി വരുമ്പോൾ നമുക്ക് മധുരം പാകത്തിനാവും. ഇനി ഞാനിവിടെ ചൈന ഗ്രാസ് മെൽട്ടാക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മെൽട്ടാക്കിയത് മുഴുവനും ചേർക്കുന്നില്ല, പകുതിയിൽ കൂടുതൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അരച്ചൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ബാക്കി വന്നിട്ടുള്ള ചൈന ഗ്രാസിലേക്ക് ഞാൻ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ആവശ്യത്തിനായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഷുഗർ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 3 ടീസ്പൂണോളം പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ചൂടാറി ഒന്ന് സെറ്റ് ആവട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുഡിംഗ് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ പുഡിംഗ് ഇവിടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഇളനീരിൻ്റെ വെള്ളം ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു കത്തി വെച്ച് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിവിടെ നല്ല ക്രിസ്റ്റൽ പോലെയുള്ള പീസസ് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇത് നമുക്ക് നമ്മുടെ പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കണം. പുഡിങ് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഇതൊന്ന് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക, എന്നാലേ അത് താഴേക്കൊക്കെ ഇറങ്ങിപ്പോകൂ. അപ്പോൾ അതെ ഞാനിവിടെ കുറച്ച് പീസസ് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പുഡിങ് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പീസസൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. സെറ്റ് ആവുന്നതിന് മുന്നേ ഇട്ട് കൊടുത്താൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാം അടിയിലേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് പുഡിങ് ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടെൻഡർ കോക്കനട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ക്യൂബ്സ് ഐസ് ക്യൂബ്സ് പോലെ അതിൻ്റെ മേലെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾ കണ്ടില്ലേ.
നല്ല ക്രിസ്റ്റൽ കെടുക്കുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ്താറിനൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.